പല ആളുകളും പറയാറുണ്ട്, ജോലി പോകാൻ സാധ്യതയുണ്ട്, നിലനിന്ന് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കടയിൽ കച്ചവടം നന്നായി ഉണ്ടായിരുന്നു, ഇപ്പോൾ കച്ചവടമൊക്കെ പോയി, വർക്ക് കിട്ടുന്നില്ല പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകിയ അനുഗ്രഹം, സമ്പത്താകട്ടെ, നമ്മുടെ ജീവിതമാർഗമാകട്ടെ, കുടുംബപരമായ അനുഗ്രഹമാകട്ടെ, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു അമലുണ്ട്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ നൽകും, ചിലപ്പോൾ അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകും. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ സഹിക്കാൻ കഴിയാത്ത വലിയ ഒരു പരീക്ഷണമാണ് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവുക എന്നുള്ളത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് താങ്ങാൻ കഴിയാത്ത പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് മക്കളെ നൽകി, മക്കളെ നൽകിയതിൻ്റെ ശേഷം ആ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വലിയ പരീക്ഷണമാണ്. ആദ്യം തന്നെ മക്കളില്ലായിരുന്നെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല സൗകര്യങ്ങൾ, സമ്പത്തൊക്കെ നൽകി, അതിനുശേഷം സാമ്പത്തികമായി നാം തകർന്നു കഴിഞ്ഞാൽ അത് വലിയ പരീക്ഷണമാണ്, നമുക്ക് താങ്ങാൻ കഴിയില്ല. ആദ്യമേ സമ്പത്തില്ല എങ്കിൽ അങ്ങനെ പോയിക്കോളൂ. ഉണ്ടായിട്ടില്ലാതാവുക എന്നുള്ളത് വലിയ പരീക്ഷണമാണ്. അതുപോലെ കച്ചവടങ്ങൾ, ഒരു സ്ഥാപനം തുടങ്ങി, നല്ല കച്ചവടമുണ്ടായി, പെട്ടെന്ന് കച്ചവടം നിൽക്കുമ്പോൾ വലിയ സങ്കടമാണ്, വലിയ ടെൻഷനാണ്. അതുപോലെ പല ജോലികളും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വർക്ക് കിട്ടാതെ വരുമ്പോൾ, ആദ്യമൊക്കെ നന്നായി വർക്ക് കിട്ടിയിരുന്നു, ഇപ്പൊ കിട്ടുന്നില്ല, പരീക്ഷണമാണ്. മുമ്പുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ നീങ്ങുക എന്നുള്ളത്. അല്ലെങ്കിൽ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, നല്ല സ്നേഹത്തിൽ ജീവിച്ചിരുന്നവർ പെട്ടെന്ന് ആ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അത്ഭുതകരമായൊരു ദുആ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആ പ്രൊട്ടക്ഷൻ ദുആ ആണ്. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം അവിടെ തന്നെ നിൽക്കണം, അള്ളാഹു നമുക്ക് നൽകിയ മറ്റു അനുഗ്രഹങ്ങൾ ഏതൊക്കെ അത് അവിടെ ഇങ്ങനെ നിലനിന്ന് കിട്ടണം. അതിന് പ്രൊട്ടക്ഷനായി, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായിട്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായൊരു ദുആ. പലപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാറില്ല. പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കൈകൾ ഉയർത്തും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പരീക്ഷണങ്ങൾ വരുന്നതിന്റെ മുമ്പേ നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. എന്നാൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ ദുആഇനെ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ പ്രൊട്ടക്ഷൻ ദുആ ഇൻഷാ അല്ലാഹ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ആ ദുആ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് 5 അനുഗ്രഹങ്ങൾ, വളരെ വിലമതിക്കാനാകാത്ത 5 അനുഗ്രഹങ്ങൾ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഈ 5 അനുഗ്രഹങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഒന്നാമതായി ശബാബക ഖബല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗിക്കണം. യുവത്വം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. യുവത്വം നിലനിന്ന് കിട്ടാൻ, യുവത്വം എന്ന് പറഞ്ഞാൽ ശരീരം, ചിലപ്പോൾ ശരീരത്തിലെ രോമകൂപങ്ങൾ നിരച്ചാൽ പോലും നല്ല പവറും നല്ല ശക്തിയും നല്ല യുവാക്കളെ പോലെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹം നിലനിന്ന് കിട്ടാൻ നമ്മൾ ഈ പറയാൻ പോകുന്ന ദുആ ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ടാമത്തെ ഒരു വിഷയമാണ് വസിഹത്തക ഖബല സഖമിക, രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗിക്കണം. രോഗം വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, പ്രയാസമാണ്. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എത്രയും നിസ്കരിക്കാനൊക്കെ പറ്റും, പക്ഷെ പല ആളുകളും അത് ഉപയോഗിക്കൂല. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്, നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗിച്ചോ. ആരോഗ്യം നിലനിൽക്കാൻ, ആരോഗ്യവും മരണം വരെ നിലനിൽക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്.
അള്ളാഹു നൽകിയ അനുഗ്രഹം, ആരോഗ്യമെന്ന അനുഗ്രഹം നിലനിന്ന് കിട്ടാനും പറയാൻ പോകുന്നത് ഉപകരിക്കും. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഗിനാക ഖബല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ്, ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന്റെ മുമ്പ് നീ നിന്റെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. സമ്പത്ത് എന്നുള്ളതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിലനിന്ന് കിട്ടാൻ, ആ അനുഗ്രഹം നഷ്ടപ്പെട്ട വലിയ പ്രയാസമാണ്. പല ആളുകളും ആത്മഹത്യയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്, സമ്പത്ത് എന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ട്. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പറയാൻ പോകുന്നത് ഉപകരിക്കുന്നതാണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫറാക ഖബല ശുഗലിക, നിനക്ക് തിരക്കാകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങളെ നീ ഉപയോഗിക്കണം. വെക്കേഷനാണ്, ഒഴിവ് സമയമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്നാൽ ഫുൾ ഒഴിവാണ്, ഉറങ്ങിത്തീർക്കാതെ ഉപയോഗിക്കണം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അഞ്ചാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഹയാതക ഖബല മൗതിക, നിനക്ക് മരണം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗിക്കണം. മരിച്ചതിന് ശേഷം നരകത്തിൽ പോകുന്ന ആളുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹ, ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് പറഞ്ഞയക്കോ, ഞങ്ങൾ നിന്നെ വഴിപ്പെട്ട് ജീവിച്ചോളാം. അല്ലാഹ് പറയും, അവലനു അമിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജഅകും അൻ-നദീർ, ഇനി അവസരങ്ങളില്ല എന്ന് അള്ളാഹുവിനോട് തിരിച്ചു പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പം മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിതം എന്ന അനുഗ്രഹം ഉപയോഗപ്പെടുത്തണം. 5 വിഷയങ്ങൾ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. വാർദ്ധക്യത്തിന്റെ മുമ്പ് നിന്റെ യുവത്വത്തെ, രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യത്തെ, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് ഐശ്വര്യത്തെ, ബിസിയാകുന്നതിന്റെ മുമ്പ് ഒഴിവ് സമയത്തെ, മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിലമതിക്കാനാകാത്ത 5 അനുഗ്രഹങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അത് ഏത് അനുഗ്രഹമാകട്ടെ, അനുഗ്രഹം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, വലിയ സങ്കടമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ, കടയിൽ കച്ചവടമുണ്ട്, ആ കച്ചവടം അതുപോലെ തന്നെ നിലനിൽക്കാൻ, അള്ളാഹു ഇപ്പൊ അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ള ജോലി എനിക്ക് നൽകിയിട്ടുണ്ട്, ആ ജോലി നിലനിന്ന് കിട്ടാൻ, ജോലി നഷ്ടപ്പെടാൻ സാധ്യത തോന്നുമ്പോഴൊക്കെ നമുക്ക് ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. പറയാൻ പോകുന്ന ദിക്ർ ഏതാണെന്നറിയോ? സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ ഏത് അനുഗ്രഹമാകട്ടെ, ആ അനുഗ്രഹം നിലനിന്ന് കിട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായൊരു ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക എന്നുള്ള അത്ഭുതകരമായ ദുആ. റവാഹു മുസ്ലിം, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഒരു ദുആ, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ നൽകിയ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക, നീ നൽകിയ ആരോഗ്യം അത് തെറ്റിപ്പോകുന്നതിൽ നിന്ന്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഫുജാഅതി നിഖമതിക, നിന്റെ പൊടുന്നനെയുള്ള പരീക്ഷണങ്ങൾ വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വജമീഇ സഖതിക, നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന വളരെ ഉപകാരപ്രദമായ അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും ദുആ ചെയ്തിരുന്ന ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക എന്നുള്ള ദുആ 5 നേര നമസ്കാരത്തിന്റെ ശേഷവും ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അവിടെ അനുഗ്രഹമായിട്ട് നിലനിൽക്കും. ഒരു അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകൂല. പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സംരംഭങ്ങളിലോ സ്ഥാപനങ്ങളിലോ വരുമാനങ്ങളിലോ ജീവിതമാർഗങ്ങളിലോ സംഭവിക്കൂല. 100% ഉറപ്പുള്ള വിഷയമാണ്. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. നല്ല ഈമാനോടെ ഈ പ്രാർത്ഥന കൊണ്ടുവരിക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരട്ടെ. പൊടുന്നനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.